എനിക്കിപ്പോൾ ലിറിക്കുവാണ്. എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയത് പേപ്പർ. നിൻ്റെ പടവും വേണ്ട, ഒരു കുന്തം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയുകയാണ്. ഞാൻ ഈ മേഘതീർത്ഥം എന്നുള്ള ഫിലിം ചെയ്യുമ്പോൾ റൂമിൽ വന്നിട്ടാ എന്നൊന്ന് പാടണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ഇത് ഞാൻ പാടിയ അണ്ണന് കേട്ടാൽ മനസ്സിലാവാത്ത ഒരു മൂഡിലാണ് അണ്ണാച്ചി ഉള്ളത്. ഞാനൊരു കാര്യം, ഞാൻ നാളെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പാടി നോക്കിയിട്ട് 340 പടത്തിന് എഴുതിയടാ ഗിരീഷ് പുത്തഞ്ചേരി, നീ എത്ര പടത്തിന് സംഗീത സംവിധാനം ചെയ്തു? വെല്ലുവിളിക്കാൻ തുടങ്ങി. എനിക്കാകുമ്പോൾ വിരലെണ്ണാന്ന് പടങ്ങളേ ഉള്ളൂ, ഒരു 3-4 ഉണ്ട്. ഞാൻ അണ്ണാ അതല്ല ഞാൻ പറഞ്ഞു, കുടിച്ചിട്ടൊക്കെ ഫ്രഷായിട്ട് തന്ന് നോക്കിയിട്ട് അപ്പോൾ എന്നിട്ട് പാടുമ്പോൾ നല്ല സുഖം ഉണ്ടാവുമല്ലോ. എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയത് പേപ്പർ. നിൻ്റെ പടവും വേണ്ട, ഒരു കുന്തം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്തയും വിളിച്ചിട്ട് പോയി. നമ്മളൊക്കെ എന്ത് ചെയ്യും? അടുത്ത ദിവസം രാവിലെ കഥവിന് മുട്ടുന്നു, ഇപ്പം പാടാല്ലേ. അത്രേ ഉള്ളൂ സംഭവം. ഇത് കാര്യം ഇപ്പം എഴുതിക്കൊണ്ട് വന്നു. ഞാൻ അതും കൊണ്ട് പോയി, കാരണം എനിക്ക് ഫ്ലൈറ്റിന് ടൈമായി. അവിടെ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ അതിലൊരു പല്ലവിയേ ഉള്ളൂ, ചരണമൊന്നുമില്ല. അപ്പം ഞാൻ അണ്ണാച്ചി വിളിച്ചു, അണ്ണാച്ചി ഞാൻ ഇന്ന് പാടി, അവർക്ക് മറ്റന്നാളുന്ന ഷൂട്ടാണ്, ഇത് അയക്കണം. അതപ്പോൾ ഉണ്ടല്ലോ, നീ പാടിത്തന്ന അതിനകത്തുണ്ടെന്നു. ഞാൻ പറയും പല്ലവിയേ ഉള്ളൂ, ചരണമൊക്കെ അവിടെ. ചരണത്തിന് മേലെ താനമെന്ന് എഴുതിയേക്കുന്നു, താനം. കാര്യം ഞാൻ ഡമ്മി പാടി അയക്കാറുണ്ട്. അപ്പോൾ ഇതിന് മാത്രം ഞാൻ എല്ലാം തന്നാനെന്ന് പാടി. അപ്പോൾ ഇതൊന്നും ലിറിക്കല്ല, ഇത് താനമാണ്. ഇത് അദ്ദേഹം അങ്ങ് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ താനം അത് ധരിക്കരുത്, എനിക്കിപ്പോൾ ലിറിക്കുവാണ്. സത്യം എനിക്കിപ്പോൾ പറയുമ്പോഴും ഞാൻ മനസ്സിൽ വിഷമം വരുന്നത്. കാര്യം പറഞ്ഞ് കേട്ടിട്ട് ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു തന്നതാണ് ലിറിക്സ്. അത് ഭാവയാമി എന്നുള്ള പാട്ടാണ്. അതിൽ കൽപ്പാന്തകാലാതീത സംഗീത പുണ്യം നേടുവാൻ തുഴയാം മനസ്സേ, ധ്വനിതരള വരിശകളിൽ അതുലതല കലവിരിയും ഇരുളിലൊരു വീണാനാദം കേൾക്കാമോ, സ്നേഹോദാരം പാടാമോ, ശ്രുതിയിടാൻ കടലുകൾ തരളമാകുന്നു എന്ന് എഴുതി തന്ന ഈ മനുഷ്യൻ. സത്യത്തിൽ എനിക്കിപ്പം പറയുമ്പോഴും ഗിരീഷണ്ണാച്ച പറയുമ്പോൾ ഒരു വല്ലാത്ത വിങ്ങലാണ്, ഒരു നിവർത്തിയില്ല.